ഹലോ ഗൈസ്, അപ്പോൾ ഇന്നലെയൊന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഞങ്ങളൊരു യാത്രയിലായിരുന്നു. അപ്പോൾ യാത്ര പോകാനുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് സെറ്റാക്കി ചെക്കനെ ഒന്ന് എടുത്ത് 2 കുലുക്കം കുലുക്കിയിട്ട് അവനെ അവിടെ തന്നെ വെച്ചു. എന്നിട്ട് ഞങ്ങൾ KSRTC സ്റ്റാൻഡിൽ ഓട്ടോയ്ക്ക് പോയിട്ട് അവിടെ നിന്ന് ബസ് കയറി കേട്ടോ. വേറെ എങ്ങോട്ടും അല്ല പോകുന്നത്, ഞങ്ങൾ പറശ്ശിനിക്കടവ് പോവുകയാണ്. എന്നിട്ട് ഡെലിവറി നോർമൽ ഡെലിവറി ആയിരുന്നെങ്കിലും ഞാൻ ഒന്ന് മുത്തപ്പനൊരു നേർച്ച നടന്നിട്ടുണ്ടായിരുന്നു. പറ്റുവാണെങ്കിൽ കുട്ടീനെ കൊണ്ടുവന്ന് അവിടെ ചോറൂണ് നടത്താമെന്ന്. അങ്ങനെ പെട്ടെന്ന് മിനിച്ചേട്ടൻ നമുക്ക് പോയാലോ എന്ന് വെച്ചാൽ ഒറ്റ മൈൻഡിൽ പോയതാണ് കേട്ടോ. അങ്ങനെ എനിക്ക് വീഡിയോസൊന്നും അങ്ങനെ കവർ ചെയ്യാൻ പറ്റിയില്ല. അപ്പാർട്ട്മെൻറ്റിൽ വന്നൊക്കെ ഞങ്ങൾ 1 മണിയായപ്പോഴാണ് രാത്രി. കാരണം അത്ര തിരക്കായിരുന്നു ബസ്സിൽ, കൊട്ടിയൂർ സീസൺ ആയതുകൊണ്ടിട്ട്. അങ്ങനെ പിറ്റേ ദിവസം കുളിച്ച് റെഡിയായിട്ട് ഒരു ഓട്ടോ വിളിച്ചു. എന്നിട്ട് ഞങ്ങൾ ഇവിടെ പോവാണ് കേട്ടോ, പറശ്ശിനിക്കടവിലോട്ട് പോവാണ്. അവിടുന്ന് 3 കിലോമീറ്റർ ഉണ്ട്. കാരണം വേറെ എങ്ങും ഞങ്ങൾക്ക് റൂം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഫുൾ ബുക്ക്ഡ് ആയിരുന്നു, അത്ര തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ പറശ്ശിനിയിലെത്തി ഭയങ്കര തിരക്കായിരുന്നു, കാല് കുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ നിന്ന അപ്പാർട്ട്മെൻറ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, നല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. അതുപോലെ ആ ചേട്ടൻ്റെ സ്വഭാവം അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അകത്ത് കയറി ജസ്റ്റ് മുത്തപ്പൻ്റെ ഇങ്ങനെ വരവൊക്കെ കണ്ടിട്ട് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് കുട്ടിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. അപ്പോൾ 79 ആളുടെ ടോക്കൺ നമ്പർ. അപ്പോൾ അങ്ങനെ കുറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ 6 മാസം 5 മാസമൊക്കെയുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ഈ പറശ്ശിനിക്കടവിൽ നിറയെ പട്ടികൾ നായ്ക്കളൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അവിടെ ചെന്നിട്ട് 2-3 നായ്ക്കളെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. മേ ബി ഭയങ്കര തിരക്കായതുകൊണ്ടാവും കേട്ടോ, അത്ര തിരക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവളെ ചോറ് കൊടുക്കാനിരുത്തി. മിനിച്ചേട്ടനാണ് കേട്ടോ, എനിക്ക് കയറാൻ പറ്റിയില്ല, മിനിച്ചേട്ടനാണ് കയറിയിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മഴ പെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് പിന്നെ മുത്തപ്പനെ കണ്ട് തിരിച്ചിറങ്ങി കേട്ടോ. അപ്പോൾ അന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ.